ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നല്ല ഞാൻ എൻ്റെ വാപ്പയും ഉമ്മയും അനിയത്തിയും കൂടെ ഒരിടം വരെ പോവാണ്. എവിടെ നിന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ലാസ്റ്റ് അല്ല, വഴിയേ പറയാം ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. ഞാൻ ഈ ഒരു ഡ്രസ്സിൽ തന്നെ നിങ്ങൾ കുറേ വട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം വേറൊന്നുമല്ല, ഇതെൻ്റെ കംഫർട്ട് ഡ്രസ്സാണ്. അതുകൊണ്ടാണ് ഇവിടെ പോയി തന്നെ ഇടുന്നത്. ഞാൻ എൻ്റെ അനിയത്തി ഇങ്ങനെയാണ് കേട്ടോ സ്നേഹപ്രകടനം എന്നൊക്കെ കാണിക്കുന്നത്. ഞാൻ പോയതുകൊണ്ട് തന്നെ എന്താ പറയുക, വിഷമിച്ചിരിക്കുകയാണ് എൻ്റെ ചുട്ടുമണി. പിന്നെ മൈൻഡ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ വാപ്പി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തേക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഈ സമയത്ത് എൻ്റെ വാപ്പി തിരിച്ച് അന്ന് രാത്രി തന്നെ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മിസ്സിങ് ഫീൽ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്ന സ്കൂളിലാണ്. റീവാല്യൂഷൻ്റെ തിരിച്ച് പൈസ വാങ്ങാൻ വേണ്ടി പോയതാണ്. കാരണം നമുക്ക് റീവാല്യൂഷൻ കൊടുത്തിട്ട് ഏതെങ്കിലും ഗ്രേഡ് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പൈസ കിട്ടും. അങ്ങനെ എനിക്ക് 4A+ ആയിരുന്നു, എനിക്കിപ്പോൾ 5A+ ആയി. എം സോ ഹാപ്പി ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് സിറ്റിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അതിനുശേഷം പിന്നെ നമ്മൾ പോയത് കോവളത്തായിരുന്നു. കോവളത്ത് നമ്മൾ തിങ്കളാഴ്ച ദിവസം പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല നമുക്ക് കാഴ്ചകൾ കാണാനൊക്കെ നല്ലൊരു അടിപൊളി ഇതൊക്കെയായിരുന്നു. സത്യം പറഞ്ഞാൽ നട്ടുച്ച വെയിലത്ത് പോയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു. തലവേദന എടുത്തിട്ടിരിക്കാൻ വയ്യായിരുന്നു. പിന്നെ നമ്മൾ കടലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതിൽ കളിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ കുറേ നേരം അതിലവിടെ തന്നെ ഇരുന്നതിന് ശേഷം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, അന്ന് വെറുതെ സമയം പോകണമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങറ്റം വരെ നടന്നിട്ട് അങ്ങനെ കയറി ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഈ ബോട്ട് കണ്ടോ ഗൈസ്, ഇങ്ങനെ മുങ്ങിയാണ് പോകുന്നത്. ഇവർക്ക് ഒരു പേടിയില്ല. സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും ദൂരത്തിരുന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുക അടുത്തിരുന്നാണ്, അല്ല ഗൈസ്. അങ്ങനെ നമ്മളവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു ലേസൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് വിഴിഞ്ഞത്താണ്. എന്തോരം ബോട്ടുകൾ നോക്കുക ഗൈസ്, അവിടെ മീൻ പിടിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കോവളത്തിനേക്കാളും വിഴിഞ്ഞം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. പാറക്കെട്ടുകളിലൂടെ ഇങ്ങനെ വെള്ളം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഗ്രീൻ കടലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഞണ്ട് എന്തൊക്കെയോ വാരി പറക്കി തിന്നുന്നുണ്ട് കേട്ടോ. എന്താണ് ഞാൻ എത്ര നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ ഗായ്.